മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സ്ട്രെയിറ്റ് ലൈനിൽ ഇന്ന് നമ്മുടെ അതിഥി ഗവൺമെൻറ് ചീഫ് വിപ്പ് ശ്രീ PC ജോർജാണ്. അദ്ദേഹത്തിന് ഒരു മുഖവരിയുടെ കാര്യമില്ല. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തകൻ, ഒപ്പം തന്നെ കേരള നിയമസഭയിൽ ചരിത്ര സംഭവമായി മാറിയ ബജറ്റ് അവതരണം കഴിഞ്ഞതിന് ശേഷം ആ സഭയുടെ വിപ്പായ ശ്രീ PC ജോർജ് അതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ്. ഒപ്പം തന്നെ സമീപകാല രാഷ്ട്രീയത്തെക്കുറിച്ചും ശ്രീ PC ജോർജിന് സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ താങ്കൾ 6 തവണ MLA ആയ ആളാണ്. എത്രയോ പതിറ്റാണ്ടായിട്ട് നിയമസഭ കാണുന്നു, 1980 മുതൽ. അപ്പോൾ കഴിഞ്ഞ ഒരു 35 വർഷത്തെ ചരിത്രമെടുത്താൽ ഇങ്ങനെ ഒരു സംഭവത്തിന് സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ടോ? അത് വിപ്പ് നിലയിൽ പ്രത്യേകിച്ചു സാക്ഷിയായിട്ട് വന്നില്ല എന്ന് മാത്രമല്ല, ഇത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കറുത്ത അധ്യായം എഴുതി ചേർത്ത ദിവസമാണ്. ഇതിനു മുമ്പ് നിയമസഭയ്ക്കകത്ത് സംഘർഷവും സംഘടനവും ഉണ്ടായിട്ടുണ്ട്. MBRനെ നിയമസഭയ്ക്കകത്ത് ചവിട്ടിയ സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ എത്രയോ മോശമായി ഇന്ന് ഞാൻ കണ്ടതിൽ എനിക്കതിനകത്ത് ഏറ്റവും മോശമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിഷ്പക്ഷമായിട്ട് ഒരു UDF പ്രവർത്തകൻ എന്നതിൽ പറഞ്ഞല്ല, എന്നെ വിശ്വസിച്ചോളൂ. ആ നിയമസഭയ്ക്കടുത്ത് ഡൈസിൽ കയറിയിട്ട് സ്പീക്കറുടെ ടേബിളിൽ ഡാൻസ് കളിക്കുകയും സ്പീക്കർ ഇരിക്കേണ്ട കസേര എടുത്ത് പുറത്തോട്ട് വലിച്ചെറിയുകയും ചെയ്യുന്ന അത് കൃത്യത ചാനൽ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് കാണുന്ന സാധാരണ ആയിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ അമർഷം ആ കാണിച്ചുകൊണ്ടുണ്ടാവും. അവർ വികാരം വലുതാണ്, ഞാൻ സമ്മതിക്കും. എനിക്ക് ഒരു വിരോധമില്ല. CPM അല്ലെങ്കിൽ ഇടതുപക്ഷം സ്വാഭാവികമായി ഇന്ന് രോഷാകുലാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. ബഡ്ജറ്റ് അവതരിപ്പിച്ചേ പറ്റൂ, ഭരണഘടനാ ബാധ്യതയാണ്. അല്ലാതെ ഇതൊരു വാശിയുടെ പ്രശ്നമായിരുന്നില്ല. ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് ഇന്ന് രാജിവെക്കാൻ ചെയ്യാൻ പറ്റൂ? അത് ചെയ്യാൻ കഴിയില്ല. ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ് എങ്ങനെ രാജിവെക്കും? അത് അവരുടെ പ്രതീക്ഷ തകർന്നു എന്ന് കണ്ടപ്പോൾ രണ്ടും കെട്ടിറങ്ങുന്ന രീതിയാക്കിയവർ. അതാണ് അതിനകത്തെ സങ്കടം. അവർക്ക് ആദ്യം പറ്റിയ അപകടം സ്പീക്കറുടെ ആയുസിലേക്ക് അവർ കയറാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ 5 മിനിറ്റ് മുമ്പേ ചാടിക്കയറി. വാണിംഗ് ബെല്ല് വരുന്നതിന് മുമ്പ് തന്നെ അവർ സ്പീക്കറുടെ ഡയസ് കൈയിറക്കി. ഈ വാണിംഗ് ബെല്ല് കഴിഞ്ഞിട്ടാണ് അവർ കയറിയിരുന്നതെങ്കിൽ ഒരുപക്ഷെ UDF പ്രശ്നത്തിൽപ്പെട്ട് പോയേനില്ലേ? പ്രശ്നത്തിൽപ്പെടില്ല. കാരണം സ്പീക്കർ പരമോന്നത അധികാരിയാണ്. സ്പീക്കറുടെ ആയുസിൽ വന്നാൽ ഇരുന്നാലും നിന്നാലും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോട് ബഡ്ജറ്റ് അവതരിപ്പിക്കുക. സ്പീക്കറുടെ അധികാരത്തെപ്പറ്റി നമ്മുടെ സാമാജികരോ അല്ല പൊതുജനോ കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല. ആ സ്പീക്കറുടെ നിയമസഭ ബന്ധപ്പെട്ട മേഖലയിൽ എന്ത് നടന്നാലും ഫൈനൽ വേർഡ് സ്പീക്കറാണ്. അത് ഗവർണറോ കോടതിക്കൊന്നും ഇടപെടാൻ കഴിയില്ല. അത്രമാത്രം അധികാരമാണ് സ്പീക്കർക്കുള്ളത്. ഇവിടുത്തെ പ്രശ്നം മാണി സാറ് വളരെ നല്ല പ്രൊട്ടക്ഷൻ നിയമസഭയ്ക്കകത്തിട്ട് വന്നു. ഇവർ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി രണ്ടാമത്തെ റോയിൽ നമ്മുടെ ബാലകൃഷ്ണൻ മന്ത്രിയുടെ സീറ്റിലാണ് അദ്ദേഹം ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം സഭ ആരംഭിച്ചത്. അത് അവിടെ എഴുന്നേറ്റ് നിന്നാണ് ബഡ്ജറ്റ് വായിച്ചത്. ഞാൻ ഏകദേശം നോക്കിയപ്പോൾ 9.25 മിനിറ്റ്, 9.5 മിനിറ്റ് പറയാൻ പറ്റില്ല, 9.25 മിനിറ്റ് നേരം അദ്ദേഹം ബഡ്ജറ്റ് സ്പീച്ച് നടത്തി. ഞാൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. വേറെ പ്രധാനപ്പെട്ട കാര്യം, സ്പീക്കറുടെ ചെയറും നഷ്ടപ്പെട്ട് സ്പീക്കർ ബലമായി വാച്ചാമ്പാടിൻ്റെ സഹായത്തോടുകൂടി ഡൈസ് വന്ന് ഇരിക്കാൻ ഒരു കസേര അവർ ചുവന്നുകൊണ്ട് വന്നെങ്കിലും ആ കസേര ഇരുന്നപ്പോൾ അതിന് മുമ്പിൽ പ്രതിപക്ഷ MLA ഷൗട്ട് ചെയ്ത് ബഹളായി. അപ്പോൾ സ്പീക്കർ അതിനിടയിലൂടെ തല ഊർത്തി പുറത്ത് തല കണ്ട് ഞാൻ നേക്ക് നിൽക്കുക, ഒരു കളവും ഞാൻ പറയില്ല. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കൈ കാണിച്ചു. അതുകൂടി ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള സാങ്ഷനായി. അവരുടെ ഒരു വാദം എന്ന് പറയുന്നത് നിയമസഭയിൽ സ്പീക്കർക്ക് അതായത് സംസാരിക്കാൻ സാധിച്ചില്ല, സ്പീക്കർ വന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ആ സമയത്ത് ഡയസിലുണ്ടായിരുന്നില്ല. ആദ്യത്തിന് പറയട്ടെ, പ്രതിപക്ഷം ഒരിക്കലും ഇങ്ങനെ, ഞാൻ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു നുണപ്രചനം അവർ നടത്തണ്ടെന്ന്. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എത്രയോ കോടി ജനം ഇന്ന് കണ്ടിട്ടുണ്ട്. അവിടെ മാധ്യമ സുഹൃത്തുക്കൾ ബഹുഭൂരിപക്ഷം പേര് ഒരു ഇടതുപക്ഷ മെൻറ്റാലിറ്റിയുള്ള ആളുകളാണ് എന്ന് വിചാരിച്ച് ഒരു ദൃശ്യ മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർ കാണിക്കുന്ന അതിൽ സ്പീക്കർ തല കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാം. അത് സത്യമാണ്. സ്പീക്കർ തല
വെളിയിലേക്ക് ഇട്ട് അപ്പോൾ ഇവർ അമക്കുന്നുണ്ട് പ്രതിപക്ഷ MLA-മാർ. അവിടെ നിന്ന് അവതരിപ്പിക്കുക ബഡ്ജറ്റ് അലറിക്കരിയായിരുന്നു പുള്ളി, അലറി പുള്ളി പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ മാണി സാറ് 12 ബജറ്റ് അവതരിപ്പിച്ചു. അതും കൃത്യമായിട്ട് ആ സീറ്റിൽ നിന്നുകൊണ്ടാണ് അവതരിപ്പിച്ചത്. ആ സീറ്റിലേക്ക് പോലും ഞാൻ വരാൻ കഴിഞ്ഞില്ല. ഏറ്റവും മാറി നിന്ന് CN ബാലകൃഷ്ണൻ മന്ത്രിയുടെ സീറ്റിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് തന്നെ ഭരണപക്ഷത്തിൻ്റെ പരാജയമാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു വാദം. ഭരണകക്ഷിയുടെ പരാജയം എന്ന് പറയേണ്ട, പ്രതിപക്ഷത്തിൻ്റെ ഒരു വിജയം ഞാൻ സമ്മതിച്ചത്. കാരണം സാധാരണഗതിയിൽ ബഡ്ജറ്റ് അവതരണം എന്ന് പറയുന്നത് മാണി സാർ രാവിലെ ഏറ്റ് പള്ളിയിലൊക്കെ പോയി വീട്ടിൽ നിന്ന് സ്തുതിയെല്ലാം ചൊല്ലി സന്തോഷമായിട്ട് നിയമസഭയിലേക്ക് വരികയും MLA-മാരോടൊപ്പം സഭയിൽ വന്ന് നിന്ന് ആ മൂന്നാമത്തെ കസേരയിലിരിക്കുകയും സ്പീക്കർ എന്ന് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് വളരെ സന്തോഷത്തോടുകൂടി ജനങ്ങളെ MLA-മാരിലൊന്ന് വീക്ഷിച്ച് വളരെ അഭിമാനബോധത്തോട് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നത്തെ പ്രശ്നം അതല്ല. അങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി ഇതല്ലാതെ മറ്റൊരു മാർഗം UDF-ന്റെ ഇത്രയും ടഫാവും എന്ന് നിങ്ങൾ മുൻകൂട്ടി കണ്ടില്ല. മാണി സാർ തന്നെ പറഞ്ഞു, ഞാൻ പ്രശാന്തിൽ ഔദ്യോഗിക വസതിയിൽ പോയി, പള്ളിയിൽ പോയി, ഇവിടെ വരും. പക്ഷെ അത് മാറ്റി പറയേണ്ടി വരുമ്പോൾ അത് ഗവൺമെന്റിന് ഒരു ക്ഷീണമല്ലേ? ക്ഷീണം കണക്കാക്കണ്ട. UDF-ന്റെ ക്ഷീണമല്ല, LDF-ന്റെ ഒരു വാദഗതിക്ക് കൊണ്ട് വിജയം എന്ന് വേണം അവർക്ക് പറയാം. ഞാനത് സമ്മതിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ആ വാദഗതിക്ക് വേണ്ടി അവരുടെ ആ വാദഗതി നമ്മൾ അംഗീകരിക്കുമ്പോൾ അവർ ഇന്ന് സഭയ്ക്കുള്ളിൽ ഇത്തരം പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കാതെ ഇത് ബഡ്ജറ്റ് പുറകിൽ നിന്നാണ് അവതരിപ്പിച്ച് പിരിയാനുള്ള അവസരം ഉണ്ടാക്കി കയ്യാങ്കളി ഉണ്ടാകാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ ലാഭം ഇടതുപക്ഷത്തിനുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളായി. അപ്പോൾ ഡൈസിൽ നിന്ന് കസേര വലിച്ചെറിയുകയും പിന്നെ നമ്മുടെ ഞാനൊരു MLA-യുടെ പേര് പറഞ്ഞ് മോശമാക്കുന്നില്ല, ഇത്രയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മൈക്കും എന്ത് വേണ്ട എല്ലാം നശിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ കാണുന്ന ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ സ്വത്താണ് നശിക്കുന്നത് എന്ന ചിന്ത ഇപ്പോൾ ജെയിംസിന് മനസ്സിൽ തോന്നില്ലേ? എൻ്റെ സ്വത്തിൻ്റെ ഒരു അംശമാണല്ലോ ഇവർ തകർക്കുന്നത്. ആ ഒരു ഫീലിംഗ് ഇടതുപക്ഷത്തിന് നഷ്ടം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ രാഷ്ട്രീയമായി ഒരു ഗുണം അവർക്ക് കിട്ടി. സാധാരണ അഡ്ജസ്റ്റ്മെൻറ്റ് സമരം നടത്തുന്നു എന്ന് CPM-ന് വേണ്ടി ഉണ്ടായിരുന്ന ആ ആരോപണത്തിൽ നിന്ന് കരകയറാൻ അവർക്ക് പറ്റിയെന്ന നേട്ടം അവർക്കുണ്ട്. സ്പീക്കറായിരുന്ന G. കാർത്തികൻ മൺമറഞ്ഞിട്ട് ഏതാണ്ട് ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. അദ്ദേഹം വാച്ച് ആൻഡ് വാർഡിനെ സഭയിൽ കയറ്റില്ല എന്ന് വാശി പിടിച്ച നേതാവായിരുന്നു. പ്രത്യേകിച്ച് MLA-മാരുടെ അധികാരത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹം വാച്ച് ആൻഡ് വാർഡില്ലാതെ എങ്ങനെ ഈ അവസ്ഥ കൈകാര്യം ചെയ്യുമായിരുന്നു? ഞാനത് വളരെ ക്ലിയറായ ഒരു കാര്യമാണ്. ഇന്നലെ ശക്തന് സ്പീക്കറായി ചെയറിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ കാര്യം എടുത്ത് സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ് ഇന്നത്തെ സംഭവത്തിൽ വാച്ചാമ്പാട് കയറലെന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഞാൻ എൻ്റെ അഭിനന്ദന പ്രസംഗത്തിൽ പറഞ്ഞ അങ്ങ് മുൻ സ്പീക്കർ പ്രിയങ്കരനായ GK-യുടെ ആ ആശയം നടപ്പാക്കാൻ എത്ര ശ്രമിച്ചാലും അത് വിജയിക്കണമെങ്കിൽ ഞങ്ങൾ അംഗങ്ങളുടെ മാന്യമായ സമീപനം ഉണ്ടാകും. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അത് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത്. അംഗങ്ങൾ മാന്യമായ സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ ഒരു സ്പീക്കർക്കും വാച്ചാമ്പാടിൻ്റെ സഹായമില്ലാതെ നിയമസഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞാലും ധനകാര്യമന്ത്രി ശ്രീ KM മാണിയെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിൽ പ്രതിപക്ഷം മുന്നോട്ട് പോകും. അപ്പോൾ ഇനി വരുന്ന നാളുകളും സംഘർഷഭരിതമാവില്ലേ? എന്താണ് ഇതിൻ്റെ പോംവഴി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് സംഘർഷഭരിതമാവും. കാരണം എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച ബഡ്ജറ്റ് ഡിസ്കഷനിൽ ബോയ്ക്കോട്ട് അവർ പ്രഖ്യാപിച്ചു. ആ സമയത്ത് തിങ്കൾ ചൊവ്വ ബുധൻ ബോയ്ക്കോട്ടായി. അപ്പോൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. അത് അവർ ഇഷ്ടമുള്ള ചെയ്യട്ടെ, എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, വരാൻ പോകുന്ന കാര്യമാണ്. അവർ സ്വാഭാവികമായി ബഡ്ജറ്റ് അവർ ചർച്ചയിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞാൽ അവർ വലിയ സഭ വിരിച്ചല്ലേ അവർ മാറാൻ കഴിയും. അപ്പോൾ ബെല്ലിലിറങ്ങി അവർ ഇംഗ്ലാവ് വിളിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നത്. അങ്ങനെ വന്നാൽ സഭ അവിടെ വെച്ച് അന്നത്തെ ചർച്ചകളില്ലാതെ പിരിയേണ്ടി വരും. അത് പിരിയേണ്ടി വരുമെന്ന് മാത്രമല്ല, ചൊവ്വായും ബുധനും ഇതാണ് അവരുടെ നടപടി. എന്തിന് ചൊവ്വായും ബുധനും നിയമസഭ ചേരുന്നു? അപ്പോൾ പിന്നെ അന്ന് തന്നെ വേണമെങ്കിൽ ബജറ്റ് പാസ്സാക്കാം എന്നല്ല ഞാൻ പറഞ്ഞു. കാരണം അങ്ങനെയാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രഖ്യാപനമെങ്കിലും വെറുതെ എന്തിന് രണ്ട് ദിവസം കൂടി ഈ നിയമസഭയുടെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തുന്നു? ഈ രാജ്യത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്വം വേണ്ട നമുക്ക്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നീട് സഭയുടെ മുഴുവൻ ഇതിപ്പോൾ ഒരുപാട് ബിസിനസ് നടക്കാനുണ്ട്.
അതിപ്പോൾ വളരെ പ്രധാനപ്പെട്ട സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ പറ്റത്തില്ലല്ലോ. അനിശ്ചിതകാലത്തേക്ക് പിരിയാം. നാളെ തിങ്കളാഴ്ച പറ്റില്ല. സപ്ലൈ ഡിമാൻഡുണ്ട്, അപ്രോപ്രിയേഷൻ ഉണ്ട്. ഇതൊക്കെ പാസ്സാക്കിയിട്ട് വേണമെങ്കിൽ ദിവസം പിരിയാം. അത് പ്രതിപക്ഷം തീരുമാനിക്കട്ടെ. ചർച്ച ചെയ്യണോ വേണ്ടയോ? ചർച്ച ചെയ്യണമെന്നാണ്. ചർച്ച ചെയ്തേ പിരിയാവുന്ന എൻ്റെ അഭിപ്രായം. കാരണം ബഡ്ജറ്റ് തലനാര് ഇഴ കീറി വിമർശന ബുദ്ധിയോടുകൂടി പ്രതിപക്ഷം ബഡ്ജറ്റിനെ കാണണ്ടേ. അതിലൂടെയല്ലേ ജനങ്ങളുടെ മുമ്പിൽ ഈ ബഡ്ജറ്റ് ശരിയോ തെറ്റോ എന്ന് തെളിയിക്കപ്പെടേണ്ടത്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റബ്ബർ കർഷകരോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, കാർഷിക മേഖല വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ പ്രത്യേകിച്ച് റബ്ബർ തടി. ബഡ്ജറ്റ് മുഴുവനായി നോക്കി ഹാപ്പി അൺഹാപ്പി എന്ന് പറയാൻ ഞാൻ കഴിഞ്ഞ ഒരു 6-7 മാസമായി റബ്ബർ തടി പാഴ്തടി മർച്ചൻ്റ് അസോസിയേഷൻ ഉണ്ട് ഞങ്ങളെ. അതിൻ്റെ രക്ഷാധികാരി ഞാനാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്തും ധനകാര്യമന്ത്രി എത്രയോ ദിവസമായി സമരമായിട്ട് നടക്കുകയാണ്. ഈ റബ്ബർ തടിയും പാഴ്ത്തടിയും കൊണ്ടുപോകുന്ന ഒരു ടാക്സും പിരിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിൽ ബഡ്ജറ്റ് വന്നിരിക്കുന്ന റബ്ബർ തടി കൊണ്ടുവന്ന് ഒരു പൈസ പോലും ടാക്സ് ഈടാക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപനം വന്നു. ഞാൻ വളരെ സന്തോഷത്തിന് ആ കാര്യത്തിൽ. പിന്നെ അതിനെക്കുറിച്ച് പ്രതിപക്ഷം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ്? പെരുമ്പാവൂർ കേന്ദ്രമാക്കിയിട്ട് ചില തടിക്കച്ചവടക്കാരുടെ താല്പര്യത്തിന് വഴങ്ങി ഒരു സ്റ്റാർ ഹോട്ടൽ ഡിസ്കഷൻ നടത്തിയിട്ട് ആണ് ഇങ്ങനെ ഒരു ഒഴിവ് കൊടുത്തതെന്നും പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണം അർത്ഥവത്തായ ഒരു കാര്യമല്ല എന്ന് പ്രിയങ്കരനായ പെരുമ്പാവൂർ MLA സാജു പോൾ സമ്മതിക്കും. കാരണം ഒരു മാസം ഞാൻ സമരം ചെയ്തു. ആയിരക്കണക്കായ നമ്മുടെ റബ്ബർ തടി കച്ചവടക്കാരുണ്ട്. ഒറ്റ റോഡിലാക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. പെരുമ്പാവൂർ 1000-ഓളം പ്ലൈവുഡ് കമ്പനി ഉണ്ട്. അത് മുഴുവൻ പൂട്ടിക്കെട്ടി. വാശിയായിരുന്നു. എന്താ വെച്ചാൽ 4000 രൂപ 3000 രൂപയായി. എങ്ങനെ തടി കൊടുക്കും? തടിക്കച്ചവടക്കാരന് കാശ് കിട്ടിയാലേ കച്ചവടക്കാരനും കൃഷിക്കാരനും കൊടുക്കൂ. കൃഷിക്കാരന് വില കിട്ടണ്ടേ? റബ്ബറിനോ വിലയില്ല. റബ്ബർ തടിക്കും വിലയിൽ എന്ത് ചെയ്യും? ആത്മഹത്യ എന്ന മക്കളിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതിന് തീരുമാനം വേണമെന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് സമരാഹ്വാനം ചെയ്തത്. ഒരു രാഷ്ട്രീയക്കാരില്ല, ഒരു രാഷ്ട്രീയമില്ല എനിക്ക്. ഈ സംഘടന ഈ കച്ചവടക്കാരുടെ സംഘടനയിൽ അതിനകത്ത് കേരള കോൺഗ്രസ്സുകാർ 10% മുസ്ലിം ലീഗുണ്ട്, BJP-ക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. 14 ജില്ലയിലും അനക്കിയില്ല. അത് സമ്മതിക്കാമെന്ന് പറഞ്ഞു. അവസാനം ചർച്ചയിലൂടെ ഒരു ചർച്ചയൊക്കെ ചെയ്ത് തീരുമാനമുണ്ടാക്കിയാണ് തടി കച്ചവടം തുടങ്ങിയിരിക്കുന്നത്. ആ തടി കച്ചവടം തുടങ്ങിയപ്പോൾ ടാക്സ് വഴിനീളെ പോലീസുകാർ, എക്സൈസുകാർ, സെയിൽ ടാക്സുകാർ, നമ്മുടെ ഇവരുണ്ട്, നമ്മുടെ പിന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരെല്ലാം ലോറി തടയുകയാണ്. 10,000-2000 വെച്ച് ബില്ല് കൊടുത്തോളുക. തടി അവിടെ പെരുമ്പാവൂർ ചെല്ലുമ്പോഴേക്കും ഒരു 6000 രൂപയെങ്കിലും ഒരു ലോഡെ പോകും. എവിടെ നിന്നുണ്ടാവും? വേണ്ട ഇത്. അപ്പോൾ ആ സാധ്യത ഒഴിവാക്കണം എന്നുള്ള ശക്തമായ നിലപാടുകൾ. അത് തന്നെയല്ല, പാലായിൽ ചേർന്ന 3 ബിഷപ്പുമാരിയിരിക്കുന്ന വേദിയിൽ ഞങ്ങൾ രാഷ്ട്രീയക്കാരെല്ലാം ഉണ്ട്. ആയിരക്കണക്കിന് റബ്ബർ കൃഷിക്കാരുടെ സമ്മേളനമാണ്. അവിടെ വെച്ച് ഞാനിത് എടുത്തു പറയുകയും അവിടെ വെച്ച് മാണി സാർ ഇത് ഒഴിവാക്കിയിരിക്കുന്നത് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. റബ്ബർ കർഷകരും കച്ചവടക്കാരും തടി കച്ചവടക്കാരും സ്വാഗതം ചെയ്തതാണ്. ഇന്ന് ബഡ്ജറ്റിലൂടെ അത് പ്രാവർത്തികമാക്കി. ആ കാര്യത്തിൽ എനിക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുമോ? അപ്പോൾ പ്രതിപക്ഷം പറയുന്ന ആക്ഷേപത്തിന് യാതൊരു അർത്ഥമില്ല എന്ന് മാത്രമല്ല, സാജി ഇപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് പറയട്ടെ, സമ്മതിച്ചേക്കാം. കാരണം ടാക്സ് എക്സംഷൻ ഒന്നും ഇല്ലല്ലോ. ഈ വർത്തടിയും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള ഈ വെഹിക്കിളുകാരുടെയും പോലീസുകാരുടെയും പിരിവ് നിർത്തി എന്നുള്ളേ ഉള്ളൂ. സെയിൽ ടാക്സുകാരൻ കുത്തിയിരിക്കുക 5000-50,000 ടാക്സ്. താങ്കളുടെ ഒരു നിലപാടിൽ കുറച്ച് 2-3 ദിവസമായിട്ട് വളരെ അയവ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ് ഈ ഭരണപക്ഷത്തിരുന്നു കൊണ്ട് ഈ വിമർശിക്കുന്ന രീതി ശരിയാവില്ല, അത് രണ്ടും കൂടി കൂട്ടി വായിക്കണം. രണ്ടും കൂട്ടി വായിക്കണ്ട. ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതിന് മറുപടി മുഖ്യമന്ത്രിയോട് ചെവി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു മറുപടി? അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം. അദ്ദേഹം പറഞ്ഞതിന് മറുപടി ചെവി പറഞ്ഞു കൊടുത്തു. അല്ല, എന്നാലും ജനങ്ങളെ അറിയാറായില്ല. മനസ്സിലായില്ലേ ജെയിംസ്? അല്ല, ഞാൻ അത് ജെയിംസിനെ ഞാൻ പറയാം. ഞാൻ DGP-ക്കെതിരെ പറഞ്ഞ ആരോപണം വെറുതെ പറഞ്ഞതല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം, ആ ഒരു പാവപ്പെട്ട മനുഷ്യൻ, എന്ത് ബോസിൻ്റെ മരണം നിസ്സാര കാര്യമാണോ? ഒരു കശ്മനല്ലേ ഇത് ചെയ്തത്? എന്നിട്ട് അവൻ സുഖലോലുപനായി എന്തിനാ അവനെ ബാംഗ്ലൂർ കൊണ്ടുപോയി ടൂർ കൊണ്ടുപോയത്? പോലീസ് വണ്ടി കൊടുത്തിട്ട് അത് മാറ്റിയിട്ട് അവൻ്റെ 10 കോടി രൂപയുടെ മറ്റേ കാറിലാണ് പോയി. ഇതൊക്കെ മോശമല്ലേ? എന്നിട്ട് ഇവിടെ മാന്യത അടിക്കുക. ഞാൻ എന്തൊക്കെ അന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ വിശദാംശം ഇപ്പോൾ കിടക്കുന്നില്ല. കിടക്കണപ്പോൾ കിടക്കുന്നുണ്ട്, ഇപ്പം കിടക്കുന്നില്ല. ഇപ്പോഴും ഞാനത് ഉറച്ചു നിൽക്കുകയാണെന്ന് ഞാൻ സഭയിൽ പറഞ്ഞിട്ടുണ്ട്.
അത് ചർച്ച ഇപ്പോൾ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി മാത്രമല്ല ആഭ്യന്തരമന്ത്രിയും DGP മാന്യനാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഞാൻ തിരിച്ചാണ്, എൻ്റെ വിശ്വാസം തിരിച്ചാണ്. കാരണം താങ്കളിൽ DGP ബാലസുബ്രഹ്മണ്യാണോ റിട്ടയർ ചെയ്ത ശ്രീ കൃഷ്ണമൂർത്തിയാണോ, ആരാണ് താങ്കൾ കൂടുതൽ? അതിനകത്ത് മെയിൻ കുഴപ്പക്കാരനായിട്ട് DGP തന്നെയാണ് ഞാൻ കാണുന്നത്. അത് പൂന്തുറ വെടിവെപ്പ് സംബന്ധിച്ച് ഒരു കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് വായിച്ചാൽ അന്നത്തെ സിറ്റി കമ്മീഷണറായി ഈ DGP പറ്റി പറഞ്ഞത് എന്താണെന്നറിയാം. അന്ന് ഇവിടുന്ന് കരുണാകരൻ നാട് കടത്തിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ DGP ആകാൻ വേണ്ടി ഇവിടെ വന്നതാണ്, ADGP സെൻട്രലിൽ നിന്ന്. മനസ്സിലായില്ലേ? പക്ഷെ പറഞ്ഞോ ജെയിംസ്, ഞാൻ അതിന് വിശദാംശം കിടക്കുന്നില്ല. എൻ്റെ പോക്കറ്റ് ഇപ്പോഴും കിടപ്പുണ്ട് കുറേ ഫയൽ നമ്പറുകൾ. ആ 2014 ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അയച്ച, ഹോം സെക്രട്ടറി ഒപ്പിട്ടയച്ച ഫയൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. വീണ്ടും റിമൈൻഡർ അയച്ചിട്ടും വന്നിട്ടില്ല. അതൊക്കെ എടുത്താൽ മാത്രം മതി, എല്ലാം അറിയാം. കൃഷ്ണമൂർത്തിക്ക് ഇതിലൊരു പങ്കുമില്ല എന്നുള്ളതാണ്. കൃഷ്ണമൂർത്തി പങ്കുണ്ടോയെന്ന് അന്വേഷണത്തിന് തെളിയൂ, എനിക്കറിയില്ല. അല്ല, ഇത്രയും താങ്കൾ ഈ DGPക്കെതിരെ തിരിയാൻ, DGP ആയിട്ട് താങ്കൾക്ക് എന്തെങ്കിലും? ഞാൻ ആ മനുഷ്യനോട് സ്നേഹത്തോട് സംസാരിച്ച് എന്നോടും വളരെ മാന്യമായിട്ടല്ലാതെ ആ DGP ഇന്ന് വരെ എന്നോട് പെരുമാറിയിട്ടില്ല. എനിക്ക് ആ വ്യക്തിയോട് എന്നെ വിശ്വസിച്ചോളൂ, എനിക്ക് DGPയോട് വ്യക്തിപരമായ ഒരു പിണക്കമില്ല. പിണക്കമില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം അത്രയും എഫിഷ്യൻ്റായ ഒരു DGP ഒന്നുമല്ല. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ പൂന്തുറ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ് പുള്ളിയുടെ താല്പര്യം? അതാണ് ആ താല്പര്യം ഞാൻ പറഞ്ഞു, ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ കൊണ്ട് പറയിക്കണ്ട. അത് നിസാം അദ്ദേഹത്തിന് അറിയുന്ന ആളല്ല. നിസാം അദ്ദേഹം നേരിട്ട് അറിയുന്ന ആളല്ല എന്ന് ആര് പറഞ്ഞു? നേരിട്ട് നിസാമിനെ അറിയാതെ എന്ന് ആര് പറഞ്ഞ് അറിയില്ലെന്ന് അദ്ദേഹം ഇതുവരെ അദ്ദേഹം അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. നിസാം എന്ന വ്യക്തി അദ്ദേഹം 3:30 മണിക്ക് നിസാമിനെ അറസ്റ്റ് ചെയ്ത് 7 മണിക്ക് എന്തിന് സിറ്റി കമ്മീഷൻ പോലീസ് ആസ്ഥാനത്ത് നിന്ന് വിളിയില്ലെന്നു. ബാക്കി വിശദാംശം ഞാൻ പറയുന്നില്ല, ഇനി അവന് ചോദിക്കണ്ട. മനസ്സിലായല്ലോ? അറിയലോ എന്നൊക്കെ തെളിയിക്കേണ്ട സമയത്ത് ഞാൻ തെളിയിക്കും. അപ്പോൾ ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു പങ്കുമില്ല എന്നാണ് പറയുന്നത്. DGP ഒറ്റയാൾ വിചാരിച്ചു. ഞാൻ പറഞ്ഞു ആ വിഷയം സംബന്ധിച്ചൊരു ചർച്ചയ്ക്ക് ഞാൻ ഇപ്പോഴില്ല, എന്നോട് ക്ഷമിക്കുക. പക്ഷേ ഭരണപക്ഷത്തുള്ള ഏതെങ്കിലും ആൾക്കാർക്ക് അങ്ങനെ സൂചനകളും പറയാം. ഒറ്റ വാക്ക് പറയാം, നിസാമിൻ്റെ സഹായിയായി ഭരണ പ്രതിപക്ഷ കക്ഷിയിലെ പ്രമുഖ വ്യക്തികൾ പലരും ഉണ്ട്, ഇപ്പോഴും പ്രതിപക്ഷത്തുള്ളവരുണ്ട്. ഉണ്ട്. ഞാനത് സഭയിൽ പറഞ്ഞല്ലോ, ഇത്തവണ സഭയിൽ പറഞ്ഞില്ലേ? പിന്നെന്താ? വ്യക്തികളുടെ ആരെങ്കിലും പേര് പറയാം? ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയോ? അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, സാഹചര്യം പോലെ ഇരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ വിശ്വാസം ശരിയാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്, അല്ലെങ്കിൽ തെറ്റാണെന്ന് പൊതുജനത്തിൽ പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. ഒന്നെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, അതല്ലാതെ ഇതിൽ നിന്ന് ഒളിച്ചോടാനൊന്നും എനിക്ക് പറ്റുകയില്ല. താങ്കൾക്ക് ഇങ്ങനെയുള്ള പല ഇൻഫർമേഷൻസും പല ഇതും വരുന്നുണ്ട്. ആരാണ് താങ്കളുടെ യഥാർത്ഥ സോഴ്സ്? ആരാണ്? ജനത്തിന് ഇങ്ങനെ ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുമോ? ജനം അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുള്ള പ്രമുഖർ താങ്കളെ പിന്തുണച്ചുകൊണ്ട്? ഇപ്പോൾ ചില സമയത്ത് പറയാറുണ്ട്, താങ്കൾ ഭരണപക്ഷത്തിലെ ആൾക്കാർക്കെതിരെ പറയുമ്പോൾ പ്രതിപക്ഷത്തെ ആരോ താങ്കളുടെ പിറകിലുണ്ട് എന്ന് ചെയ്യാറുണ്ട്. ചിലപ്പോൾ കേരള കോൺഗ്രസിലെ ഇതിനെ കുറിച്ച് ചില സ്വയം വിമർശനം വരുമ്പോൾ കോൺഗ്രസ് ആണ് പിന്നിലെന്ന് പറയാറുണ്ട്. കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നൊരിത് പറയാം, താങ്കൾ ഈ നിസാമിൻ്റെ ആരോപണം ഉന്നയിച്ച ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബജറ്റ് സമ്മേളനവും ഇത് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത് അടിച്ചത്. എന്നോട് പ്രതിപക്ഷത്തെ പ്രമുഖരായിട്ടുള്ള വളരെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ പറഞ്ഞത്, ശ്രീ PC ജോർജ് പറഞ്ഞതിനെ ഞങ്ങൾ ഇപ്പം മുഖവിലേക്ക് എടുത്തിട്ടില്ല. കാരണം അദ്ദേഹം മാണി സാറിനെ ഇഷ്യൂ അജണ്ട മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണോ എന്ന് ഞങ്ങൾക്ക് ചെറിയ സംശയമുണ്ട്. നിസാം കേസ് കൊണ്ടുവന്നത് സ്വാഭാവികമായിട്ട് അവർ സംശയിക്കാം. എൻ്റെ മനസാക്ഷി സത്യം പറയട്ടെ, അങ്ങനൊരു ചിന്തയൊന്നും എനിക്കില്ല. ഇത് താമസിച്ചാൽ ആ കശ്മലൻ രക്ഷപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് ഞാനിത് ചാടിപ്പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ നാളെ പറയുള്ളായിരുന്നു. അല്ല, നിസാമിനെ പോലെ ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട്. പക്ഷേ നിസാമിന്റെ കേസിൽ മാത്രം എന്തുകൊണ്ട് അത് പറയാൻ ജെയിംസേ ഒരു സഹിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു 9 ആ ഒറ്റക്കാരനെ കൊണ്ട് തന്നെയാണോ? അതെ. ഒരു 12 കൊല്ലം കൊണ്ടാണ് ഈ 5000 കോടിയുടെ സ്വത്തിനുടമയായത് ഇവൻ. എന്നിട്ട് 13 കേസാണ്. ഒരു വനിതാ പോലീസ് ഓഫീസറെ വണ്ടിക്കകത്തിട്ട് പൂട്ടി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി. അതിന് പോലും ചുമ്മാ ഒരു കേസ് എടുത്തിട്ട് വെറുതെ വിട്ടുവനെ. ഒരു ദിവസം ജുഡീഷ്യൽ ജയിലിൽ കിടക്കാൻ ഇവന് അനുവാദം കൊടുത്തില്ല ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. മര്യാദയാണോ കാണിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്, അതാ സ്വാധീനമായി പറയുന്നത് ഞാൻ. മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല, എനിക്കത് ഏറ്റവും ഫീൽ ചെയ്തത് 18 ദിവസം ആ മനുഷ്യൻ ആശുപത്രി കിടന്നിട്ട് 19 ദിവസമാണ് മരിക്കുന്നത്. തലയ്ക്ക് ഒരു പരിക്കുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല ബോധമുണ്ട്. അദ്ദേഹത്തിന് അനിയനും ഭാര്യയും ഒക്കെ പറയും. മരണമൊഴി എടുത്തില്ല.
എന്നെ വേദനിപ്പിച്ച സംഭവമാണ്. അതുപോലെ ഈ പാവം ഒരു ഗേറ്റ് കീപ്പറല്ലേ, അങ്ങേരുടെ ഷർട്ട്, ആ യൂണിഫോമിൽ ഈ കശ്മലൻ റാസ്കലിൻ്റെ ഷൂവിൻ്റെ പാടുണ്ട്. ഇത് കേൾക്കുമ്പം അവനെ രക്ഷിക്കാനുള്ളവർക്ക് വേദന തോന്നി ഞാനിതൊക്കെ പറയുമ്പോഴേ. ഷൂവിൻ്റെ പാടുണ്ട്. ആ ഷൂവിൽ രക്തക്കറ പഠിച്ച ഷൂ ഉണ്ട്. അതിനിപ്പം വണ്ടി ഇടിപ്പിക്കുകയാണ്. 4 പ്രാവശ്യം 3 പ്രാവശ്യം ഇടിപ്പിച്ചു. മനസ്സിലാക്കണം, ആ വണ്ടിയുടെ ടയറിൻ്റെ പാടുണ്ട്. ആ തൊണ്ടി മുതൽ കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തെളിവില്ലാതാക്കി. ആ ഒറ്റ തൊണ്ടി മുതൽ മാത്രം കോടതി മുമ്പിൽ കാണിച്ചു കഴിയുമ്പം ഇവൻ ജയിലിൽ തൂക്കാൻ മതിക്കല്ലേ ഇവരെ. അപ്പോൾ അതും കളഞ്ഞു. ഈ ഭരണമൊഴി എടുക്കാതിരുന്നതിൻ്റെ പിന്നിലൊക്കെ വളരെ വ്യക്തമായി എന്താ സംശയം? അതുപോലെ തന്നെ ഇവനെ എന്തിനാ ബാംഗ്ലൂർ കൊണ്ടുപോയത്? എടടി തോക്കെന്ന് പറഞ്ഞപ്പോൾ തോക്കെടുത്തുകൊണ്ട് അവൾ വന്നല്ലോ. അവൾ പ്രതിയല്ല. വേറെ വലിയ സംഭവം ആലോചിച്ച്, അവൾ ഈ സംഭവം നടക്കുമ്പോഴെല്ലാം ഇവൻ്റെ കൂട്ടത്തിലുണ്ട്. ഇവൻ വിളിച്ചവൾ ഓടി വന്നല്ലോ. ഈ പാവത്തിനെ വണ്ടിയിൽ എടുത്തിട്ട് കൊണ്ടുപോകുമ്പം ഇവളുണ്ട്. ഇവളും ചിരിച്ച് കളിച്ച് നിൽക്കുകയില്ല കൂട്ടത്തിൽ. ഏഞ്ച് വീണ്ടും അവിടെ കൊണ്ടുപോയിട്ട് എടുത്ത് വലിച്ച് നിലത്തിട്ടിട്ട് ഇട്ട് ചവിട്ടിയില്ലോ. അന്നേരം ആ സ്ത്രീയുണ്ട്. ആ സ്ത്രീ പ്രതിയല്ല. എന്തുകൊണ്ട്? ഞാൻ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് മനസ്സിൽ വേദനിക്കാൻ കാരണം, ആ സ്ത്രീ വിദേശ ഒരു ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ആ സ്ത്രീ വളരെ പരമപുച്ഛത്തോടു കൂടിയാണ് കേരള മലയാളികളെ പറ്റി പറഞ്ഞു. എൻ്റെ മകൻ 7 വയസ്സുള്ളേ, അവൻ 10 കോടി രൂപയുടെ കാർ കൊടുച്ചതിന് കുശുമ്പാണ് മലയാളി. പോരെ, 7 വയസ്സുള്ള ചെറുക്കനൊക്കെ വണ്ടി ഓടിപ്പിച്ചത് തെറ്റാന്ന് പറഞ്ഞതിന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് മലയാളിക്കെല്ലാം പുച്ഛമാണ്. മലയാളികൾക്കൊക്കെ വിവരമില്ലെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഞാനൊരു മലയാളിയല്ലേ, ഇവളെപ്പോഴും വൃത്തികെട്ടവളവരൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റൂ? അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇത്ര സ്ട്രോങ് ആയ അഭിപ്രായം പറയാൻ കാരണം. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ കൈ കിട്ടി. അതെ, തെളിവെടുത്താൽ ഇനിയും ബാക്കി തെളിവ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും എൻ്റെ മുറിക്കാത്ത പോലും തെളിവല്ലേ ഇരിക്കുന്നു. ഈ ബിജു രമേശായിട്ടുള്ള അടിയിൽ നിന്നോ? ഞാൻ ബിജു രമേശിനെ 16-17 കൊല്ലം മുമ്പ് കണ്ട. അതിന് മുമ്പ് ഇതുവരെയും കണ്ടിട്ടില്ല. അല്ല, അടി നിന്നോന്ന് ചോദിച്ചത് അടി നിൽക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ തമ്മിൽ ഇതുണ്ടായിരുന്നു. ഇപ്പം എനക്കൊന്നും കേൾക്കുന്നില്ല. ഞാൻ അയാളുമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല. ഞാൻ ബിജു രമേശിൻ്റെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടില്ല. എൻ്റെ കുടുംബത്തിൽ ബിജു രമേശിൻ്റെയും കല്യാണം. ബിജു രമേശ് അതിനെ കുറിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് 10 കോടി മാനനഷ്ട കേസ് കൊടുത്തതിനെ കുറിച്ച് നിങ്ങളെക്കാളൊക്കെ വലിയ കുടുംബത്തിൽ ജനിച്ച ആളാണ്, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് മാണി സാറിന് പറയേണ്ട മറുപടി അത് ഞാനല്ല. മാണി സാറിനുള്ള കേസ് കൊടുക്കുന്നത് ഞാനല്ല. അത് കൊടുത്ത് അത് കേസ് കൊടുക്കാൻ താമസിച്ചു പോയി എന്നൊരു പരാതിയുണ്ട്. പക്ഷെ വേറെ കാര്യമാണ്, ഈ ബിജു രമേശ് ഒറ്റയടിക്ക് പരാതി ആരോടും മുഴുവൻ ഉന്നയിക്കുന്നില്ല. ഓരോ ആഴ്ചയിലും മാസക്കണക്കിന് ഇങ്ങനെ കണ്ണശ പറയാം. ആരോടും മുഴുവൻ വന്ന് തീരാതെ എങ്ങനെ കേസ് കൊടുക്കും? ആരോടും പകുതി കണ്ണശ അല്ല വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പകുതി വെച്ച് കേസ് കൊടുത്താൽ പിന്നെയും കേസ് കൊടുക്കാൻ പോകണ്ടേ? അപ്പോൾ അതൊന്നും തീർന്നിട്ട് കേസ് കൊടുക്കാം എന്ന് വിചാരിച്ച് കാത്തിരുന്നത്. അതാണ് വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ കൊടുത്തല്ലോ കേസ്. മാണി സാറുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? മാണി സാറുമായിട്ടുള്ള ബന്ധം, കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ KM മാണി സാറും ആ പാർട്ടിയുടെ എളിവനായ വൈസ് ചെയർമാൻ PC ജോർജ്. അല്ല, അങ്ങനെ ഒരു ഭാരവാഹികൾ എന്നുള്ളതിലേക്കുള്ള ബന്ധമുള്ളൂ. കാരണം താങ്കൾ അടുത്തടുത്ത മണ്ഡലക്കാരാണ്. എല്ലാ കാലത്തും ഇണങ്ങിയും പിണങ്ങിയും ഉള്ള കാര്യം നമുക്കറിയാം. ഒരു കാലത്ത് നിങ്ങൾ വലിയ ശത്രുതയായിരുന്നു. പാലാ മെമ്പർ എന്നേ പറയാറുള്ളൂ. തീർച്ചയായും. പിന്നീട് നിങ്ങൾ വലിയ ഇതായി ഒരു പാർട്ടിയിൽ വന്നു, വൈസ് ചെയർമാനായി. ഇപ്പം അടുത്ത സമയത്ത് ഇപ്പോൾ ചോരപ്പുഴ നീന്തി കടക്കാനുള്ള ബലമില്ല എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് മാണി സാർ അതൃപ്തി രേഖപ്പെടുത്തി. ഈ അടുത്ത ദിവസവും പറയാം എന്താണ് മാണി സാർ ഒന്നും ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തെ രക്ഷിക്കാനാണെന്ന് കുറേ 7ാം കൂലികൾ വട്ടം നിൽപ്പുണ്ട്. ഇവനൊക്കെ പറയുമ്പോൾ വയസ്സ് 80 കഴിഞ്ഞ മനുഷ്യനല്ലേ, ശരിയാണോ? ഉടനെ പുള്ളി എന്നെ വിളിക്കും. ഒരു പരിധി കഴിയുമ്പോൾ എനിക്ക് വലിച്ചും വരുമല്ലോ. ഞാൻ ഒരു തവണ ജെയിംസിനൊപ്പം മനസ്സിലാവും. ഞാൻ ബിജു രമേശിനെ ആദ്യം ഈ ആരോപണം വന്നപ്പോൾ വളരെ ശക്തമായി ആക്രമിച്ചു ബിജു രമേശിനെ. ബിജു രമേശ് ചാനലിരിക്കുകയായിരുന്നു. എൻ്റെ ആക്രമണം മൂത്ത് കഴിയുമ്പം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മനസ്സിലാക്കണം, അത്ര രൂക്ഷയോടെ ഞാൻ ആക്രമിച്ചു. എൻ്റെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് തന്നെ ഞാൻ ആക്രമിച്ചു. മനസ്സിലായില്ലേ? ആ ബിജു രമേശ് എന്നോട് മര്യാദ ഒന്നും പറഞ്ഞില്ല. ബിജു രമേശ് ചേട്ടാന്നാണ് വിളിച്ചത് എന്നെ. കാരണം 17 മുമ്പ് എനിക്കറിയാം, 17 കൊല്ലം മുമ്പ്. അന്നും ഇതുപോലൊരു കൊള്ളയ്ക്കെതിരെയുള്ള അന്വേഷണ കമ്മീഷൻ ചെയർമാൻ ഞാനായിരുന്നു. വളരെ വിലപ്പെട്ട തെളിവിരിക്കുന്ന ആളാണ് ബിജു രമേശ്. ഒന്ന് പയ്യനല്ലേ. ആ ബിജു രമേശിനെ വളരെ മോശം. ബിജു രമേശ് എന്നോട് ചോദിച്ചു, ചേട്ടൻ എന്തിനാ എന്നെ ചീത്ത വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ നേതാവിനെ നീ വൃത്തികേട് പറഞ്ഞിട്ടാ. വളരെ മോശമായിട്ട് ചീത്ത വിളിച്ചു. എൻ്റെ നിലയും വിലയ്ക്കും മോശമല്ലേ അത്? എൻ്റെ നേതാവിനെ രക്ഷിക്കുക എന്ന മാനസിക വെച്ച് തന്നെയല്ലേ ഞാനത് ചെയ്തേ.
ഞാനെന്നിട്ട് എൻ്റെ വീടിന് മുറ്റത്ത് നിൽക്കുന്നത്, അത് ഇവിടെ വന്ന് ഭിത്തിയ വരാന്തയാണ് ഇരുന്നു. വേറെ അത് ആളുകളൊന്നുമില്ല, ഒരു 5-6 പേര് മാത്രമേ ഉള്ളൂ. 5 അല്ലെ 6 മിനിറ്റ് മാണിസാറിനെ വിളിക്കും. എന്താ ചേട്ടാ മാണിസാറേ, പുള്ളി പൊട്ടിയങ്ങ് തെറിക്കുകയാണ്, ചീത്ത വിളിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഓർത്തേയും ഇതാര്. അപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്ത് ഇങ്ങനെ 7-ാം കൂലികളെല്ലാം കൂടെ ഉപദേശിക്കപ്പെടാം. അന്നേരം എനിക്ക് പിടി കിട്ടി, അപ്പോഴേ പിടി കിട്ടി. അപ്പം ഞാൻ മാണിസാറ് പറഞ്ഞത് ശരിയാന്ന് എൻ്റെ വിചാരം. ഇനി അവനെ ചൂടാക്കാൻ പോകണ്ട. യെസ്, ഞാൻ നിർത്തി. പുള്ളി പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നത് മര്യാദയല്ല. പിറ്റേ ദിവസം അവനെന്നെ വിളിച്ച് ബിജു സ്നേഹമായിട്ട് സംസാരിച്ചു, വളരെ സ്നേഹമായിട്ട് സംസാരിച്ചു. ഞാൻ ചിരിച്ച് കളിച്ചതിന് വർത്താനം പറഞ്ഞു അവനോട്, ഫോണും വെച്ചു. ഉടനെ ഈ ഉപദേശകന്മാരെല്ലാം കൊടുത്ത് മാണിസാറിൻ്റെ അടുത്ത് കൊടുത്ത ഉപദേശം കണ്ടോ, അവനുമായിട്ട് സ്നേഹം കാണിക്കുന്നത് കണ്ടോ, അവനുമായിട്ട് ചിരിച്ചു. ഈയനം വൃത്തിയുടെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാൻ കഴിയും ജെയിംസ് പറ. അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹത്തെ പത്രസമ്മേളനത്തിന് നമ്മുടെ സ്പീക്കർ മുഴുവൻ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഉമ്മൻചാണ്ടി ജോർജ് അവിടെ പത്രസമ്മേളനം അറേഞ്ച് ചെയ്ത് ശരിയായെന്ന് ജോർജ് തന്നെ വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ താഴെ പോയി പ്രസ് റൂമിൽ ചെന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് തിരിച്ചു വന്ന് മാണിസാറിനെ വിളിച്ചു. അയ്യോ, പുള്ളി അങ്ങ് പൊതിഞ്ഞ് നിൽക്കുക. കുറേ കള്ളന്മാർ, MLA മാത്രമല്ല, പുള്ളിയെ രക്ഷിക്കാൻ വന്ന് കൂടിയിരിക്കുന്നവന്മാരെ നമ്മുടെ MLA കൂടത്തിൽ പോകുന്നത് മനസ്സിലാവും. അവിടെ ഒരു പട്ടിക്കുറുക്കുള്ളത് എനിക്കറിയാം. ആരും അതിലുണ്ട മാണിസാറിന് ഒറ്റയ്ക്ക് അവിടെ പ്രസ് റൂമിൽ കൊണ്ടൊക്കെ എനിക്ക് തന്നെ ഉള്ളതാണ്, സമ്മതിക്കണ്ടേ? വലിയ വേണം. അപ്പോഴത്തേക്കും ഓടി പോലീസ് എവിടെ പോലീസ്? ഞാൻ പറഞ്ഞു എന്തിന് പോലീസ്? ഒരു 200 വാച്ചാമ്പാട്. എനിക്ക് നാണമായി. ആ അധ്യക്ഷ പ്രസ് മുറിവ് കൊണ്ടുപോയി കസേര ഇരുത്തേച്ച് ഞാൻ ഇറങ്ങി എൻ്റെ വഴിക്ക് പോയി. പിന്നെ ഞാൻ നിന്നില്ല, നാണക്കടല്ലേ ഇതുപോലെ പോലീസിന് ആവശ്യം എന്താ? പിന്നെ ഈ മാണിസാറിൻ്റെ ഈ കേസ് എന്തായിട്ട് ഒരു കാര്യം, മാണിസാറിനെതിരെ ബിജു രമേശ് ഇങ്ങനെ പറഞ്ഞു 24 മണിക്കൂർ നേരം നോക്കിയിട്ട് ആരും അദ്ദേഹം സഹായിക്കാനില്ല. ഇതിൻ്റെ പിന്നിൽ കോൺഗ്രസിൽ അത് പറയാം ജെയിംസ്, അതാ പറയുന്നത്. ജെയിംസ് ജനം സത്യം അറിയട്ടെ. എന്നോട് പണക്കം കോൺഗ്രസ്സുകാർക്കുണ്ടായ സാഹചര്യമുണ്ട് അതിനകത്ത്, സത്യമാണ്. ഞാനപ്പോൾ പറഞ്ഞു മാണിസാറിനെ രക്ഷിക്കാൻ ആരും വരുന്നില്ല, മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വരുമെന്ന് ഓർത്ത് മിണ്ടുന്നില്ല, ആരുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്നോട് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ മിസ്റ്റർ ഉണ്ണി പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ ഇപ്പോഴും ഇവിടെ തുറക്കുന്നില്ല. ഞാനപ്പോൾ ചോദിച്ചു 15 കോടി രൂപ വീഴിച്ചല്ലോ, 1 കോടി രൂപ മാണിസാറിന് കൊടുത്തു, അതങ്ങ് മാറ്റി വെച്ചോ, ബാക്കി 14 എവിടെയാണ് എന്ന് ചോദിച്ചു. 15 മിനിറ്റിന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പറഞ്ഞു മാണിസാർ കാശ് വാങ്ങിയിട്ടില്ല, അഴിമതി നടത്തിയിട്ടില്ല. മനസ്സിലായല്ലോ, പിടി കിട്ടിയോ? അത് തലേ ദിവസം ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് പറയേണ്ടി വരില്ലായിരുന്നു. ഞാൻ കേരള കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ മാണിസാറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. ഞാൻ UDF ആണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കോ കോൺഗ്രസിൻ്റെ ആളുകൾക്കോ മനപ്രയാസത്തിനൊന്നും എനിക്ക് അവരോട് പണക്കമില്ല, കാരണം ഞാനത് ചോദിച്ചിട്ടാണ്. പക്ഷേ ഞാനത് ചോദിക്കില്ലെങ്കിൽ മാണിസാർ ഒറ്റപ്പെടുമായിരുന്നു. അങ്ങനെ ഒറ്റപ്പെടാൻ പറ്റുകയില്ല, അതുകൊണ്ടാണത് പറയേണ്ടി വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 14 കോടി പോയതിനെ കുറിച്ച് അന്വേഷണം വല്ലതും ഉണ്ടോ? അതൊക്കെ ഞാൻ വിട്ടല്ലോ. ഇനി അത് പൊതുസമൂഹത്തിൻ്റെ ആയപ്പോൾ ഞാൻ ഇടപെടുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ? എങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യം? ഇങ്ങനെയൊക്കെ പോവുക, സന്തോഷം, വളരെ സന്തോഷം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ശത്രുക്കൾ പറഞ്ഞു വരുത്തിയൊരു കഥയാണ്. ഏതായാലും ചോദിച്ച സ്ഥിതിക്കെല്ലാം ചോദിക്കാമല്ലോ. മാണിസാറ് ഒരു പക്ഷേ രാജിവെച്ചാൽ PC ജോർജ് ആയിരിക്കും അടുത്ത ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജെയിംസേ ആ ചോദ്യം പോലും വേണ്ട. അങ്ങനെ ഒരു പ്രചരണം ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയാം പ്രചരണമൊക്കെ നടക്കുന്നത്. മാണിസാറല്ല, ഉമ്മൻചാണ്ടി കൂടെ രാജിവെച്ച് മുഖ്യമന്ത്രി സ്ഥാനം വന്നാൽ പോലും ദൈവം സാക്ഷി എനിക്ക് വേണ്ട, മതിയോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്ഥാനം ചോദിച്ചുള്ളൂ, സ്പീക്കർ സ്ഥാനം. അത് ചോദിച്ചതാണ്. ഇപ്പോൾ ഞാനത് ഇത്തവണ അത് ചോദിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. GK മരിച്ചൊരു മനപ്രയാസം 1. 2, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് നാടാന്മാർ. ആ നാടാന്മാരുടെ പ്രതിനിധിയായിട്ടുള്ള ശക്തൻ നിൽക്കുന്നു, അദ്ദേഹത്തിന് അത് കിട്ടുമ്പോൾ ഞാനത് ചോദിക്കുന്നത് ശരിയല്ല, എൻ്റെ മനസാക്ഷി എനിക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇത്തവണ സ്പീക്കറായിട്ട് നമ്മുടെ ശക്തൻ്റെ പേരല്ല വന്നെങ്കിൽ എനിക്ക് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടേനെ. സത്യം പറയാം. മന്ത്രിസ്ഥാനത്തോടൊന്നും താല്പര്യമില്ല? ഇല്ലില്ല. ഡെപ്യൂട്ടി സ്പീക്കർ കേരള കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട്, അത് ആർക്ക് വേണ്ടിയാണ്? അത് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത്, ഞാൻ ഇന്ന് വിളിച്ചു നോക്കാൻ പറയാം. ഒന്നെങ്കിൽ ഉണ്ണിയാടൻ, അല്ലെങ്കിൽ നമ്മുടെ ആകെ ഞങ്ങൾക്ക് ഒരു നായർ MLA ഉള്ള നമ്മുടെ കാഞ്ഞിരപ്പള്ളി MLA ജയരാജ്.
ഈ രണ്ടൊരാളെ പിടിച്ചാക്കാമെന്ന് ആഗ്രഹിക്കുന്നു. കിട്ടിയാൽ അവരുടെ ആരെങ്കിലും ആകണമെന്ന് ഞാൻ പറയും. പക്ഷേ കോൺഗ്രസ് പറയുന്നത് രണ്ടവർ കൈവശം വെച്ചിരുന്നാണ്. ഇതെല്ലാം കൂടെ അവർക്ക് വേണമെന്ന് നിർബന്ധിക്കുന്നത്. ഇത് ഒന്നൊക്കെ വീതിച്ചൊക്കെ കൊടുക്കട്ടെ. നീ ഇപ്പോൾ ബാലകൃഷ്ണപിള്ളിയും മറ്റേ ഗണേശനും വിട്ടുപോയി. താങ്കൾ തൃപ്തനാണ്? വിപ്പ് നിലയിൽ ഒരു അങ്ങ് കുറഞ്ഞല്ലോ, അപ്പോൾ അതിൽ തൃപ്തനാണോ? അല്ലെങ്കിൽ അല്ല, തൃപ്തനല്ല. അത് അവരെ പിടിച്ചു നിർത്തണമായിരുന്നു. പിടിച്ചു നിർത്തണം പറഞ്ഞാൽ പിള്ള നിൽക്കാൻ തയ്യാറില്ല എന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ള ഒരു സത്യമുണ്ട്. അദ്ദേഹം ഏറ്റവും സീനിയറായ ഒരു നേതാവാണ്. അദ്ദേഹത്തെ മര്യാദ പഠിപ്പിക്കുന്ന ജോലിയൊന്നും പി സി ജോർജിനില്ല. പക്ഷേ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ദിവസം കൊണ്ടുണ്ടായ വേദനയല്ല. അദ്ദേഹം നിയമസഭയിൽ ഈ നിയമസഭാ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം സത്യത്തിൽ ആ കേസും വഴക്കിലുമൊക്കെ വളരെ ആത്മാർത്ഥമായി സഹായം ചെയ്തിട്ടുണ്ട് മുന്നണി ഗവൺമെൻറ്റും. പക്ഷേ എന്തോ അദ്ദേഹത്തിൻ്റെ അംഗീകാരക്കുറവ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. ആ ഫീലിംഗാണ് അദ്ദേഹത്തിന് ചെറിയ പാളിച്ച പറ്റിയില്ലേ? ആദ്യം മകനെ പുറത്താക്കാൻ വേണ്ടി അദ്ദേഹം യുദ്ധം നയിച്ചു, പിന്നെ അകത്താക്കാനായി. ഒരു വ്യക്തി തന്നെ രണ്ട് നയമെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്ഷീണം ഇല്ലേ അതിൻ്റെ ഭാഗത്ത്? ഇപ്പോൾ ബാലകൃഷ്ണപിള്ള എല്ലാവരുടെയും സുഹൃത്താണ്. അതിനെപ്പറ്റി ഞാൻ ഒരു സംശയം വെച്ചോട്ടെ. അദ്ദേഹത്തിന് പാർട്ടിയെ അംഗീകരിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹം പുറത്താക്കാൻ പറഞ്ഞപ്പോൾ പുറത്താക്കിയാൽ പോരായിരുന്നു. എങ്കിൽ പാർട്ടിയുടെ അംഗീകാരം നിന്നേനല്ലോ. അത് കഴിഞ്ഞ് അദ്ദേഹം അകത്താക്കാൻ പാർട്ടി പുറത്താക്കാൻ പറഞ്ഞപ്പോൾ തന്നെയാണല്ലോ പുറത്താക്കിയത്. അല്ലല്ലോ, അത് കഴിഞ്ഞിട്ടാണോ? അത് എത്രയോ ദിവസം കഴിഞ്ഞ് എത്രയോ മാസങ്ങൾ കഴിഞ്ഞ്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തെ പുറത്താക്കണ്ടെന്ന് പുള്ളി പറഞ്ഞില്ലായിരുന്നു. പുറത്താക്കല്ലാതെ മറ്റൊരു മാർഗമില്ലാതായി കഴിഞ്ഞാണ് പുറത്താക്കിയത്. പുറത്താക്കാതെ ഇരിക്കാൻ നിവൃത്തിയില്ലാതായി, അതുകൊണ്ടാണ് പുറത്താക്കിയത്. ഉമ്മൻചാണ്ടി 100% ഗണേശനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ച ആളാണ്. പക്ഷെ നിവൃത്തിയില്ലാതായി. അത് വിനാശകരമായി വിപരീത ബുദ്ധി. ഞാനിങ്ങനെ നോക്കിയിരിക്കുക നിയമസഭയ്ക്കകത്ത്. അപ്പോൾ ഷിബുവിൻ്റെ അടുത്ത് ഏതാണ്ട് പറഞ്ഞിട്ട് നമ്മുടെ ഗണേശൻ ഓടുക. അപ്പം ഞാൻ ഷിബുവിന് ചോദിച്ചു, എന്നെ ഷിബു ഗണേശൻ കേസ് കൊടുക്കാൻ പോയതാ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഇന്ന് തന്നെ രാജി ഉണ്ടാവുമല്ലോ. ഞാൻ അന്നേരം പറഞ്ഞു. അതിന് ബാക്കി തമാശ ഞാൻ പറയുന്നില്ല. അതായത് ആ കേസ് കൊടുത്തില്ലെങ്കിൽ ഇന്നും നമ്മുടെ ഗണേശൻ മന്ത്രിയായിട്ടിരുന്നേനെയും വളരെ മന്ത്രി എന്നതിൽ അദ്ദേഹം മോശമായിരുന്നില്ല. ആകെ ഒരു വാക്കുവ്യത്യാസം എന്നോട് നടത്തി. നെല്ലിയാമ്പതി സംബന്ധിച്ച് ഗണേശൻ പറഞ്ഞത് ശരിയായിരുന്നില്ല. അത് അതിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് ആ തർക്കം എനിക്ക്. പക്ഷേ സ്നേഹം സത്യമായിട്ട് പറയും. എന്തിനു കള്ളം പറയുന്നത്? അദ്ദേഹം മന്ത്രി എന്നതിലും മോശമല്ലായിരുന്നു. അത് ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മന്ത്രിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ആ കളിയിൽ അങ്ങ് തകർന്നു പോയി. അത് വേണ്ടായിരുന്നു. താങ്കളുടെ കുടുംബം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം വീട്ടുകാർ ഇപ്പോൾ ഇതൊക്കെ ടി വിയിൽ കാണുന്നു, ആൾക്കാരുടെ ഇടയിൽ ഇത് ചെയ്യുന്നു. താങ്കളൊരു എന്നറിയാം ഒന്നിനും കൂസാത്ത ഒരാളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വീട്ടിലുള്ള ഒരു അഭിപ്രായം ഒന്നും പറയത്തില്ല? ഭാര്യ മക്കളൊക്കെ പേടിച്ചിട്ടുണ്ടായിരിക്കും? അല്ലെങ്കിൽ പേടിച്ചത് ഒരു പേടി അവർക്കില്ല. എൻ്റെ അവരായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? എല്ലാവരും ഇപ്പോൾ കേരള ജനങ്ങൾ പി സി ജോർജ് ടെറർ. എൻ്റെ ഭാര്യ ജെയിംസ് വിളിച്ചു ചോദിച്ചാൽ പറയും, ഇന്നലെ രാത്രി 11:25 മൊബൈൽ എന്നെ വിളിച്ചവളെ. ഞാൻ ജനമളെന്ന് ചോദിച്ചു. അല്ല, നിയമസഭയ്ക്കകത്താണോ പുറത്താണോ അവിടെ ചോദ്യം. ഞാൻ ഇതിനകത്തോടൊക്കെ നടപ്പുണ്ട്. എല്ലാവരും കിടത്തി ഉറക്കാൻ നോക്ക്. ഇത് ചിരിച്ചോണ്ട് അവള് പറഞ്ഞു. അവൾക്ക് തമാശയാണ്. അവൾക്കറിയാം എൻ്റെ സ്വഭാവം നല്ലോണം. പറഞ്ഞ പോലെ കൂടെ കിടക്കുന്ന ആൾക്കാർ അവളൊരിക്കലും ഒരു കാര്യത്തിൽ എന്നോട് നോന്ന് പറഞ്ഞില്ല. ഇത് വേണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല. അതെ, മക്കള് രണ്ട് കാഴ്ചപ്പാടാണ്. അത് പുതിയ ജനറേഷനാണ്. രാഷ്ട്രീയമായ കാര്യങ്ങളിൽ എൻ്റെ മകൻ പറയുന്നതെല്ലാം ഒന്നും ഞാൻ അംഗീകരിക്കാറില്ല, ഞാൻ പറയുന്നതെല്ലാം അവനും അംഗീകരിക്കാറില്ല. പക്ഷെ അതിന് ഞങ്ങൾ പിണക്കൊന്നുമില്ല. ഇത്രയൊന്നും പോകണ്ടെന്നുള്ള അഭിപ്രായമുള്ളവരുണ്ടാവില്ല. എൻ്റെ മകൻ ഷോൺ ജോർജ്, അവൻ പല ഇഷ്യൂയിലും ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവനത് എന്നോട് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും എന്നോട് സ്ട്രോങ് ആയിട്ട് വർത്താനം പറയാം. സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ സോഫ്റ്റ് ആയിട്ടൊക്കെ പോകണം എന്നുള്ള അഭിപ്രായമാണ് പറയായിരിക്കും. സോഫ്റ്റ് സ്ട്രോങ് എന്നുള്ള അല്ലെന്ന്. അവൻ ഈ പുതിയ ജനറേഷനിലെ അവൻ ഈ വാട്സാപ്പും സോഷ്യൽ മീഡിയയും ഒക്കെ ആയിട്ടുള്ള ജീവിതമാണ്. ഞാനെനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അതിൻ്റേതായ ഒരു കാഴ്ചപ്പാട് അവനുണ്ട്. ഞാൻ ആ കാഴ്ചപ്പാടിനോട് വിരുദ്ധമായ നിലയിലാണ് ഞാൻ. താങ്കൾ ഇങ്ങനെ നിലപാടെടുക്കുന്നതിന് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ അത് പറയുമ്പം മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാവില്ല. എന്തിന് ഞാനത് നിന്നു? ജനങ്ങൾക്കിടയിൽ താങ്കൾക്ക് വലിയ സ്വാധീനമാണ്. എന്താ സംശയം? ജനങ്ങളൊരു പ്രതികരണം കിട്ടാറില്ലേ? ഇന്ന് നന്നായി, ഇത് മോശമായി, അങ്ങനെ ആരെങ്കിലും ഏറ്റവും മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞത്? പൊതുവെ നല്ല അഭിപ്രായമായിരിക്കും പറയുന്നത്. രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. ആയിരക്കണക്കിന് ആളുകൾ വിളിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കം, വളരെ ചെറിയൊരു മൈനോറിറ്റി മാത്രമേ കുറ്റപ്പെടുത്താറുള്ളൂ. ആ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതോട് ഞാൻ സ്നേഹമായിട്ട് ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പം അത് ശരിയാ എന്ന് പറയാറുണ്ട്.
പക്ഷെ ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ആ മുന്നണിയെ തന്നെ വിമർശിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചീഫ് വിപ്പായിട്ടിരിക്കുമ്പോൾ, അത് ആ മുന്നണിക്ക് ക്ഷീണമാകും. എന്തിന്? മുന്നണി നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നേ? മുന്നണിയെ നന്നാക്കാനാണ് ഞാൻ പറയുന്നത്, അല്ല മുന്നണി നശിപ്പിക്കാനല്ലല്ലോ. അതായത് ഇപ്പോൾ ചെറുപ്പക്കാർ എം എൽ എ ആണ്, ഇവിടെ കോൺഗ്രസിന് എം എൽ എ ആണ്. ഇന്നലെ അവരെല്ലാം എന്നോട് സ്നേഹത്തിൽ വന്ന് പറഞ്ഞു, എന്നെ വിമർശിച്ച് കിടന്ന കൊച്ചുങ്ങളവർ. ഇന്നലെ പറഞ്ഞു, ചേട്ടൻ ചെയ്യുന്നതൊക്കെ ശരിയാവുകൊണ്ട് സ്ട്രോങ് ആയിട്ട് ചേട്ടൻ യൂഡിപ്പിനെ രക്ഷിക്കണമെന്ന് ഇന്നലെ എന്നോട് തോന്നി. ഞാൻ പിള്ളേരെല്ലാം വന്ന് ഒത്തിരി നേരം ഞങ്ങൾ സംസാരിച്ചു. അവർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് ശരിയാണെന്ന്. പിന്നെ മന്ത്രിമാരായി കഴിഞ്ഞുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയാം, അവർക്ക് അവരുടെ ഒരു പ്രത്യേക ലോകമാണ്. അവർ അധികാരത്തിൻ്റെ ലോകമാണ്. ആ ലോകത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതാണ് ശരി എന്ന ചിന്തയുണ്ടാവും. യഥാർത്ഥത്തിൽ എത്ര മന്ത്രിമാർ ജോലി ചെയ്യുന്നു ചോദ്യമാണ്. ഉത്തരം ഞാൻ പറയുന്നില്ല. ഉത്തരം പറഞ്ഞ് ആരെയും വേദനിപ്പിക്കാൻ ഞാനില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഈ 20 മണിക്കൂർ ഓട്ടമില്ലെങ്കിൽ ഈ ഗവൺമെൻറ് അവിടെ ചെന്ന് നിൽക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടോ? അപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഉമ്മൻചാണ്ടിയോട് ഒരു താല്പര്യമുണ്ട്. എനിക്ക് കേരള ഉമ്മൻചാണ്ടിയോട് ചെവിയിൽ ചിലതൊക്കെ പറഞ്ഞു എന്ന് അത് വേറെ കാര്യം. ഉമ്മൻചാണ്ടി തന്നെ എനിക്ക് സ്നേഹം, ഒരു സംശയം വേണ്ട. പക്ഷേ അതുപോലെ രമേശ് ചെന്നിത്തല ഒരു ആഭ്യന്തര, ഇവരെ 3 പേരെടുത്താൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, KM മാണി, ഈ ആരോടാണ് ഏറ്റവും താല്പര്യം എന്ന് പറഞ്ഞാൽ? എനിക്ക് താല്പര്യം ഉമ്മൻചാണ്ടിയോടും രമേശ് ചെന്നിത്തലയോടും. മാണി സാറിന് സ്നേഹമാണ്, അത്രയുള്ളൂ. അപ്പോൾ മറ്റേ പാർട്ടി വേറെയാണ്. പക്ഷേ എന്നാലും അത് ഞാൻ പറഞ്ഞ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാൻ കേരള കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ടാണ് വിമർശനം. അല്ലെ മിണ്ടുവോ? അല്ലെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല നോക്കാൻ വിമർശിച്ചല്ലോ. അതുപോലെ തന്നെ ഈ അച്യുതാനന്ദൻ, പിണറായി വിജയൻ, കോടിയേരി 3 പേരുണ്ട്. അവരെ ഇപ്പോൾ പിണറായി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു, കോടിയേരി പുതിയ സെക്രട്ടറി ആയിരിക്കുന്നു. പണ്ട് VS ആയിട്ട് താങ്കൾക്ക് നല്ല അടുപ്പായിരുന്നു. ഇവർ 3 പേരെ ഇത് കഴിഞ്ഞാൽ എങ്ങനെ വെയിറ്റ് ചെയ്യും? അല്ല, ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞില്ലേ? ഞാൻ പറയാം, ഈ ഭരണത്തിലുള്ള ഒരു മുഖ്യമന്ത്രി എന്നതിൽ ഉമ്മൻചാണ്ടി വിജയമാണെന്നാണ് എൻ്റെ വിശ്വാസം. ആഭ്യന്തരമന്ത്രി VS-നേക്കാളും നല്ല മുഖ്യമന്ത്രിയാണ്. സംശയം എന്താ? മുഖ്യമന്ത്രിമാർ കേരളത്തിലെ മുഖ്യമന്ത്രി പറയാം, ഒരു VS-ന് ഒരിക്കലും മുഖ്യമന്ത്രിയാക്കാൻ കൊള്ളുകയില്ല. പുള്ളി പ്രതിപക്ഷ നേതാവായിട്ട് സ്ഥിരീകരിക്കും. പുള്ളി ഏറ്റവും നല്ല പ്രതിപക്ഷത അങ്ങേരാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ ഭരണകക്ഷി മുഖ്യമന്ത്രിയാൻ യാതൊരു കാരണവശാലും അദ്ദേഹത്തെ ഉദ്ധരിക്കരുത്. വന്നാൽ ഒരു കാര്യം ഈ രാജ്യത്ത് നടക്കാൻ. പക്ഷേ ഉമ്മൻചാണ്ടി അതല്ല. ഉമ്മൻചാണ്ടി ആ കാര്യത്തിൽ വളരെ മിടുക്കനാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് രമേശ് ചെന്നിത്തലയും നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല, ഭയങ്കരമായ ബന്ധങ്ങളുള്ള ആളാണ്. രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയായ യോഗ്യനാൻ തന്നെ ഞാൻ കരുതുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സുധീരനെ പറ്റി എനിക്ക് ബഹുമാനം. സുധീരൻ ഇപ്പം അദ്ദേഹം ആരുമാട്ടെ, അദ്ദേഹം ഒരു കാരണവശാലും ഇനി ഈ കസേരയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സുധീരനെ പറ്റി. പക്ഷേ സുധീരൻ നല്ല മനസ്സിൻ്റെ ഉടമയെന്ന എൻ്റെ അനുഭവത്തിൽ, പേഴ്സണലായി ഇതല്ല. പ്രതിപക്ഷം ഞാൻ കാണുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് ഇനി മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയനല്ലാതെ ആരുമില്ല. എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? 2.25 വർഷം അദ്ദേഹം ഇലക്ട്രിസിറ്റി മന്ത്രി. ഞാൻ ഇപ്പോൾ പറയുന്നതല്ല, അന്നത്തെ നിയമസഭ റെക്കോർഡ് പരിശോധിച്ചോളൂ. ഞാനും പിണറായിട്ട് പണക്കമുണ്ട്, അത് വേറെ കാര്യം. അദ്ദേഹം എന്നെ ഉപദ്രവിച്ചു, എനിക്ക് തോന്നി ഞാനും ചെയ്തിട്ടുണ്ട്. ഞാൻ നിഷേധിക്കാനൊന്നുമില്ല, കള്ളം പറയാനുമില്ല. പക്ഷേ 1167 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം 2.25 കൊല്ലം കൊണ്ട് ഏർപ്പെടുത്തിയ വൈദ്യുതി മന്ത്രി. അതുകൊണ്ടാണ് അദ്ദേഹം ലാവ്ലിൻ കേസിൽ പെട്ടുപോയത്. ലാവ്ലിൻ കേസിൽ പെട്ടുപോയത് അതുകൊണ്ടാണല്ലോ. അതൊരു ഞാനിപ്പോൾ പറയുന്നില്ല, നിയമസഭ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ എൻ്റെ ഇടതുപക്ഷ പ്രേമ അല്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, പിണറായി വിജയൻ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്. അത് തന്നെ ഇവിടെ ഇടതുപക്ഷ യൂണിയനാണ് കൂടുതൽ തൊഴിലാളികളുടെ ഇടയിലും. പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ ആ തൊഴിലാളികളിൽ നിന്നുള്ള സഹകരണം കൂടുതൽ കിട്ടും. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും നല്ലത് പിണറായി വിജയൻ തന്നെയാണ്. കോടിയേരി പറ്റി എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല. ഞാൻ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ 82 നിയമസഭ വന്നത്, ഞാൻ 80 വന്ന ആളാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹം മന്ത്രി അല്ലാത്ത കാലങ്ങളുണ്ടാവും. ഞാനുമായിട്ട് വളരെയേറെ കുടുംബ ബന്ധമുണ്ട്. ആ ബന്ധങ്ങളെപ്പറ്റിയും ഞാൻ വിശദാംശിക്ക് കിടക്കില്ല. അദ്ദേഹം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിക്കൊണ്ട് എൻ്റെ ബന്ധം ഞാൻ പറഞ്ഞു എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ അത്രയേറെ പേഴ്സണൽ ബന്ധമുള്ള ആളാണ്. പിണറായിയേക്കാൾ കൂടുതലുണ്ട്. പിണറായിയേക്കാൾ 100 ഇരട്ടിയില്ല, 1000 ഇരട്ടി ബന്ധം കോടിയേരിയായിട്ടുണ്ട്. അത് ഞാൻ ഒളിച്ചു വെക്കുന്ന മര്യാദകളല്ലേ. കോടിയേരി മാത്രമല്ല, കോടിയേരിയുടെ കുടുംബമായും ബന്ധമുണ്ട് എൻ്റെ കുടുംബത്തിൽ. പക്ഷേ ആ പ്രതിപക്ഷം ഭരണകക്ഷിയാണെങ്കിൽ ആ ബന്ധം നിലനിർത്തിയിട്ടുണ്ട്. താൻ അദ്ദേഹത്തെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് കാണുന്നില്ല അല്ലേ? അഡ്മിനിസ്ട്രേറ്ററായിട്ട് പിണറായിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിണറായിയാണ് നല്ല അഡ്മിനിസ്ട്രേറ്റർ.
കൊടിയുടെ കാലത്തും പോലീസിൽ വലിയ പ്രശ്നമില്ലാതെ പോയിട്ടുണ്ട്. അദ്ദേഹം മോശമല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പാർട്ടിയിൽ വിഭാഗം നിൽക്കുന്നു വി എസ് ഒരു പക്ഷത്തും പിണറായി, അതിൻ്റെ നടുവിൽ ഇവർ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരാളാണ് കോടിയേരി എന്ന് തോന്നുന്നുണ്ടോ? 100%. അതിന് കാരണം കറക്റ്റ് ചോയ്സാണ് സെക്രട്ടറി എന്ന നിലയിൽ. സെക്രട്ടറി എന്ന നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആകെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും പ്രമുഖനായ വ്യക്തി കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ്. എം എ ബേബി അതുകൊണ്ടാണല്ലോ കേന്ദ്രത്തിലേക്ക് പോയത്. ശരി, അത് തന്നെയല്ല. വി എസിൻ്റെ മനസ്സിൽ കോടിയേരി ഇഷ്ടമാണ്. എനിക്കറിയാം, ഞാൻ സംസാരിക്കുന്നതെല്ലാം കേട്ടിട്ടുണ്ട്. കോടിയേരിയോടാണ് മനസ്സ് വി എസിന് ഇഷ്ടം. അല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി കൊണ്ട് മാത്രം ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കയറി വരാൻ പറ്റും. ഇപ്പോൾ AK ആൻ്റണി എല്ലാവർക്കും സ്വീകാര്യനായിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു കാലത്ത് വന്നുകൊണ്ടാണ് കയറിയത്. കരുണാകരൻ താഴെ പോയി. ജെയിംസ്, ഒരു കാര്യം പറയാം. AK ആൻ്റണിയെ കേരളത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പോകാൻ അവസരമുണ്ടാക്കിയതിൻ്റെ ശിക്ഷയാണ് ഇപ്പം നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വിശ്വാസം ഇറക്കി വിടാൻ പാടില്ല. അദ്ദേഹം ഇവിടുത്തെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ ഒരു മതേതര കാഴ്ചപ്പാടുകൂടി രാജ്യത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു കുഴപ്പമാണ് ഞാൻ സമ്മതിക്കുന്നു. ആരെങ്കിലും അദ്ദേഹത്തെ വിമർശിച്ചാൽ പിന്നെ അതിന് പേടി, അതിനിടപെടുകയില്ല. ആ ഒരു കാര്യത്തിൽ കൂടി ചെറിയ മാറ്റം അദ്ദേഹം വരുത്തിയിരുന്നെങ്കിൽ കേരളത്തിലെ നല്ല മുഖ്യമന്ത്രിമാർ ഒരാളാണ് AK ആൻ്റണി എന്ന് പേര് കിട്ടുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളായി. അദ്ദേഹം ഇനിയാണേലും കേരളത്തിലേക്ക് വന്നാൽ ഒരു സ്പേസറെന്ന് വിശ്വസിക്കുന്ന ആളായി. പക്ഷേ കോൺഗ്രസ് പാർട്ടിയില്ലേ, അവർ അങ്ങനെ കയറ്റുകയില്ല. ഞാനിത് പറഞ്ഞാൽ മറ്റുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടില്ലെങ്കിൽ ഉള്ള കാര്യം ഞാനങ്ങ് പറയുക. അപ്പോൾ അവസാനമായിട്ട് താങ്കളുടെ ഒരു ഭാവി ഒരു പൊതുപ്രവർത്തന ഒരു ഇതുണ്ടാവും, ലക്ഷ്യം ഉണ്ടാവുമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പീക്കർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, തുറന്നു പറഞ്ഞു. അതുപോലെ എന്താണ് താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ 6 തവണ MLA ആയി, ഒരു തവണ പോലും മന്ത്രിയായിട്ടില്ല. ഇല്ല. അപ്പോൾ ഭാവിയിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ സ്പീക്കർ ഇല്ലെങ്കിൽ എന്താണ് താങ്കളുടെ ഒരു അൾട്ടിമേറ്റ്? എനിക്ക് അങ്ങനെ മനസ്സിലൊന്നുമില്ല. എൻ്റെ ദൈവം സാക്ഷി വിശ്വസിച്ചു, എൻ്റെ മനസ്സൊന്നുമില്ല. ബ്ലാങ്കാണ്. ദൈവനിശ്ചയം പോലെല്ലാം നടന്നോട്ടെ. ചിലപ്പോൾ അടുത്ത തവണ ഇലക്ഷൻ ഞാൻ നിൽക്കണമെന്ന് പോലും എൻ്റെ മനസ്സിലില്ല. ചിലപ്പോൾ നിൽക്കും, ചിലപ്പോൾ നിൽക്കില്ല. അന്നത്തെ സാഹചര്യത്തിൽ നിൽക്കണമെന്ന് നിൽക്കും, അല്ല നിൽക്കില്ല. ഞാൻ ഒരു 2 അത് UDF തന്നെ നിൽക്കുമോ? ഞാൻ പറയാൻ പോയത് എന്തെങ്കിലും ചാടിക്കറി ജയിച്ചു ചോദിക്കുന്നത്. ഒരു 3 ആഴ്ച മുമ്പ് എല്ലാ പണിയും നിർത്തി സ്വസ്ഥമായി വീട്ടിലേക്ക് പോയാൽ എന്താ എന്ന് ഞാൻ ശക്തമായിട്ട് ആലോചിച്ചു. രാജിവെക്കുന്ന MLA സ്ഥാനം രാജിവെച്ചാൽ എന്താണെന്ന് ഞാൻ ചിന്തിച്ചു. അല്ലാതെ UDFൻ്റെ MLA ആയിട്ട് വന്നിട്ട് ചീഫ് വിപ്പ് സ്ഥാനം മാത്രം രാജിവെച്ചാൽ എങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തോന്നി. അത് ഇന്നലെയല്ല, 2-3 ആഴ്ചക്ക് മുമ്പ് തോന്നി. എന്തായാലും അത് കാരണത്തിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. അല്ല, അപ്പോൾ UDFൽ നിന്ന് അതുപോലെ ദുരനുഭവം ഉണ്ടായോ? ഞാൻ അതിലേക്ക് കിടക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. പക്ഷെ എന്നാൽ ഇത്രയും പറഞ്ഞിട്ട് ഈ ആൾക്കാർക്കൊരു എനിക്കറിയാനല്ലോ താല്പര്യം. അല്ല, ഞാൻ അതിനപ്പുറത്തേക്ക് വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഇനി അങ്ങനെയുള്ള ഓർമ്മകളൊന്നുമില്ല, അതൊക്കെ വേണ്ടെന്ന് വെച്ചോ സാർ? എന്തല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അല്ല, അങ്ങനെ അത്രയും ഫീൽ ചെയ്യുന്ന സംഭവം ഉണ്ടായി? ഫീലിംഗ് പലതുണ്ട് എന്ന് ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റിയ സമയമല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ബഡ്ജറ്റാണ്. അതിൽ കഴിഞ്ഞ് പക്ഷെ ആ ഒരു ഉണ്ടാക്കിയൊരു സാഹചര്യം ഒഴിവായോ ഇല്ലയോ എന്നുള്ളത് പോലും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ഇത് വലിയൊരു ഇതാണ്, ക്ലൈമാക്സ് ആണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് ഒരു MLA-മാരിൽ ഇടതുപക്ഷവുമായിട്ടും UDFുമായിട്ട് ഏതാണ്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നേരത്തെ വന്ന ഒരു ആക്ഷേപത്തിൻ്റെ ഒരു കാര്യം കൂടി ചോദിക്കാം. മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കാൻ ഇടതുപക്ഷവുമായിട്ട് താങ്കൾ ചർച്ച നടത്തിയെന്നും താങ്കളായിരുന്നു അതിൻ്റെ മോഡറേറ്റർ എന്നും ഒരു രീതിയിൽ ഒരു ഡിസ്കഷൻ നടന്നു പോയിരുന്നു. അതിൽ വലിയ യാഥാർത്ഥ്യമുണ്ട്. അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് മാണി സാറ് പിന്നീട് ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. അതിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പിന്നെ ഉണ്ടായിരുന്ന ആക്ഷേപം. എല്ലാം മറുപടി പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് വളരെ ഇതായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുക, മീഡിയയിൽ മാത്രമല്ല സകല സർക്കിളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള അവസരം ഉണ്ടായിരുന്നു, സത്യമാണ്, നിഷേധിക്കാൻ പറ്റില്ല. മാണി സാർ അനുകൂലമായി അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് പ്രിപ്പയർഡുമായിരുന്നു, സത്യമാണ്. പക്ഷേ ആ സാഹചര്യം പോയി, ഇപ്പോഴത്തെ സാഹചര്യം അതിൽ പിന്നെ ഒരു ചർച്ചയിലേക്ക് പോകുന്നതിൽ പ്രസക്തിയില്ലല്ലോ. അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയാവാൻ. സംശയം എന്താണ്? യാതൊരു സംശയമില്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാണി സാർ വരുമായിരുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഈ ഗതികെട്ട സാഹചര്യം ഒഴിവാക്കിയെടുക്കാമായിരുന്നു. അതിനൊക്കെ ഞാൻ ദുഃഖിതനാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ചർച്ച ചെയ്യാനില്ല. ശ്രീ PC ജോർജ്, ഒരുപക്ഷെ അദ്ദേഹത്തെ നിങ്ങളൊരു ഫയർ ബ്രാൻഡ് പൊളിറ്റീഷ്യൻ എന്ന രീതിയിലാണ് പലപ്പോഴും കണ്ടത്. പക്ഷേ ഈ അഭിമുഖത്തിൽ
അദ്ദേഹം ഹൃദയം തുറന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ സോബറായിട്ട് സംസാരിക്കുകയായിരുന്നു. ഇങ്ങനൊരു മുഖവും പി സി ജോർജിനുണ്ടോ എന്ന് ഒരുപക്ഷെ മലയാളികൾ അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ അവസാനം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ രാഷ്ട്രീയത്തിലെ ദുഃഖങ്ങളെ കുറിച്ച് കൂടിയാണ്. അത് തുടങ്ങി വെച്ചത് ഇന്ന് ഈ ദിവസങ്ങളിൽ നടന്ന വളരെ ചടുലമായ രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ നിന്ന് തുടങ്ങി സ്വന്തം രാഷ്ട്രീയത്തിൽ രാജി വെക്കുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിച്ചതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു തുറന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത്. ശ്രീ പി സി ജോർജ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന് മുഖവരിയുടെ കാര്യമില്ല. മാധ്യമങ്ങളിൽ കേരള സമൂഹത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ശ്രീ പി സി ജോർജിന് ഇത്രയും ഹൃദയം തുറന്ന് സംസാരിച്ചതിന് കൗമുദി TV പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. ഓക്കെ, താങ്ക് യു. പാർக்கலாம்.